കൈക്കൂലി കേസിൽ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുന്നത് വൈകും. പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം തുടർ നടപടി സ്വീകരിക്കുന്നത് തിരിച്ചടിയാകും എന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി സോണൽ ഓഫീസിനോട് ഇഡി ഡയറക്ടർ റിപ്പോർട്ട് തേടി. കേസിലെ പ്രതി മുരളി മുകേഷ് പ്രധാന ഹവാല ഇടപാടുകാരനാണ് എന്ന വിവരം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. രണ്ടാം പ്രതി വിൽസന്റെ ബാങ്ക് അക്കൗണ്ടിൽ വൻതുകയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തി. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഈ വിഷയത്തിൽ ഇപ്പോൾ സോണൽ ഓഫീസിനോട് ഇഡി ഡയറക്ടർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ആഭ്യന്തര അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തൊക്കെ കണ്ടെത്തലുകളിലേക്കാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിൽ ഒരു ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഇഡി ഡയറക്ടർ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ സോണൽ ഓഫീസിനോട് വിവരങ്ങൾ തേടിയിരിക്കുന്നത്. ഇതിന്റെ അഡീഷണൽ ഡയറക്ടർ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുക. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നിലവിൽ ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനെയാണ്, പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെയാണ്. ശേഖർ കുമാറാണ് ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഇഡി ഈ വിഷയം എടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണം നടത്തും, അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് പോവുക. ഈ ഉദ്യോഗസ്ഥന്റെ പങ്കും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇഡി ഓഫീസിൽ നിന്ന് സമൻസ് വിവരങ്ങൾ ചോർന്നു വന്ന ഒരു ആരോപണം വരുന്നുണ്ട്. കാരണം ഈ പരാതിക്കാരനായിട്ടുള്ള കൊല്ലം സ്വദേശി അനീഷ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥൻ നേരത്തെ വിളിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇടനിലക്കാരനായിരുന്ന വിൻസൻ ഇയാളെ ബന്ധപ്പെട്ടതിന് ശേഷം പറഞ്ഞത് തൊട്ടടുത്ത ദിവസം തന്നെ താങ്കൾക്ക് ഇഡി ഓഫീസിൽ നിന്ന് ഒരു സമൻസ് വരും. ഈ സമൻസ് ഒഴിവാക്കണമെങ്കിൽ 2 കോടി രൂപ നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ആ സമയത്ത് ആ തുക നൽകാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് ഈ പറഞ്ഞ കൃത്യമായ ഡേറ്റിൽ തന്നെ ഇഡി ഓഫീസിൽ നിന്ന് സമൻസ് വരുന്നത്. അത് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ചും കൃത്യമായി അന്വേഷണം നടത്തും. ഈ ഉദ്യോഗസ്ഥന് പുറമെ മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഇതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഭവമാണ്. ഈ ഇഡി ഉദ്യോഗസ്ഥനെ വളരെ വേഗത്തിൽ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെ നടപടികളിൽ പോകണ്ട എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസിന്റെ ഒരു നിലപാട്. കാരണം ഈ പരാതിക്കാരൻ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒന്നാം പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നത്. മറ്റ് തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ ആവശ്യമുണ്ട്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, അതോടൊപ്പം തന്നെ ഫോൺ റെക്കോർഡ്സ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിച്ച ശേഷം അത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വിജിലൻസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലെ പ്രതിയായ മുകേഷ് ഒരു ഹവാല ഇടപാടുകാരനാണ്. ഇയാൾ 2 വർഷമായി കൊച്ചിയിൽ എത്തിയിട്ട് ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലക്ഷക്കണക്കിന് രൂപ എത്തിയിട്ടുണ്ട്. ഇയാൾക്ക് ഇഡി ഉദ്യോഗസ്ഥരുമായി നേരിട്ട് ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രതിയായ വിൽസൺ, ഇയാളുടെ അക്കൗണ്ടുകളിലോട്ടും വലിയ തോതിൽ ബാങ്ക് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. ഇതിന് ഇയാൾ പറഞ്ഞിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഇയാൾ ചില ലാൻഡ് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് ലഭിച്ച തുകയാണ് ഈ അക്കൗണ്ടിലോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അത് അത്തരത്തിലുള്ള കച്ചവടത്തോടെ അല്ല എന്നുള്ള നിഗമനത്തിലാണ് ഉള്ളത്. എന്തായാലും കൂടുതൽ പരാതികൾ വരുന്നു, അന്വേഷണം ഊർജിതമാക്കുകയാണ് വിജിലൻസ് സംഘം.